ഹായ് ഫ്രണ്ട്സ്, ഗീതാ ഗോവിന്ദത്തിൻ്റെ മറ്റൊരു എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മുടെ മാർഗഴിയാണെങ്കിലോ എങ്ങനെ ആ റിസോർട്ടിൽ നിന്ന് ഗീതവും ഗോവിന്ദും വരുന്നതിന് മുന്നേ രക്ഷപ്പെടാം എന്ന് ആലോചിച്ച് നിൽക്കുന്ന മാർഗഴിയെ കാണിച്ചുകൊണ്ടാണല്ലോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. മാർഗഴി അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഗോവിന്ദും ഗീതവും നമ്മുടെ ആ റിസോർട്ടിലേക്ക് വരുന്നുണ്ടല്ലേ. മാർഗഴി ആണെങ്കിലോ ഇത് കണ്ടിട്ട് പേടിക്കുന്നുണ്ട്. അയ്യോ ഇനി എന്താ ചെയ്യുക, ഏത് കൂടെ രക്ഷപ്പെടുക എന്നൊന്നും അവൾക്ക് അറിയുന്നില്ല. അത് കഴിഞ്ഞിട്ടാണെങ്കിലോ നമ്മുടെ രഞ്ജു ഗീതുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ വന്നപ്പോൾ ഈ അല്ലായിരുന്നല്ലോ ഗീത ഇട്ടിരുന്നേ, ഇപ്പം നീ ഇങ്ങനെ ഡ്രസ്സ് മാറ്റിയേ, നീയല്ലേ പറഞ്ഞ് ഗോവിന്ദേട്ടനും നീയോ ആയിട്ട് വഴക്കിട്ടിട്ടാണ് ഇറങ്ങി ഈ ഡ്രസ്സിൻ്റെ പേരിലെന്ന് പറഞ്ഞിട്ട്, ഇപ്പം നിങ്ങളുടെ വഴക്കൊക്കെ സോൾവ് ആയോ, നീ അപ്പോഴത്തേക്കും ഡ്രസ്സ് മാറ്റിയോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. രഞ്ജുവിനാണെങ്കിലും നല്ല സംശയം തോന്നുന്നുണ്ട്, ഇത് ഗീതു തന്നെ ആണോ, ഗീതു എങ്ങനെ ഇത്ര പെട്ടെന്ന് ഡ്രസ്സ് മാറ്റിയേ എന്ന സംശയമൊക്കെ രഞ്ജുവിനെ തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിലോ നമ്മുടെ ഗോവിന്ദിനെയും വെങ്കടേഷൻ അങ്ങളെ കാണിക്കുന്നുണ്ട്. ഗോവിന്ദ് പറയുന്നുണ്ട്, അങ്കിളിൻ്റെ ഭാര്യയുടെ പേര് അനാർക്കലി എന്നല്ലേ, എനിക്കറിയാം, ഞാൻ എല്ലാം കണ്ടുപിടിച്ചു. എൻ്റെ പ്രിയെ പോലെ ഞാൻ സ്നേഹിച്ച രഞ്ജു എൻ്റെ ആജന്മ ശത്രുവിൻ്റെ മകളാണെന്നൊക്കെ ഞാൻ കണ്ടുപിടിച്ചു അങ്കിളെ. അങ്കിൾ പേടിക്കേണ്ട, പക്ഷെ ഞാനത് അവളോട് കാണിക്കില്ല, ഞാൻ അവളെ സ്വന്തം അനിയത്തിയെ പോലെ തന്നെ നോക്കിക്കോളാം ഇനിയുള്ള കാലം എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. എന്നിട്ട് ഗോവിന്ദ് പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ എന്നെ മനസ്സിലാക്കിയിടത്തോളം ആരും എന്നെ മനസ്സിലാക്കിയിട്ടില്ല അങ്കിളെ. ഞാൻ അച്ഛൻ മരിച്ചെൻ്റെ തലയ്ക്ക് മുകളിൽ എത്തണതിന് മുന്നേ ഞാൻ കണ്ടുപിടിക്കും, ഉറപ്പായിട്ടും കണ്ടുപിടിക്കും. മരണാനന്തര ജീവിതം എന്ന് പറഞ്ഞൊരു ജീവിതം ഉണ്ടെങ്കിൽ ഞാനത് ഉറപ്പായും കണ്ടുപിടിച്ച് അച്ഛനോട് കാണിച്ചു കൊടുക്കും അങ്കിളെ. ആരാണ് എന്നെ അച്ഛനെ കൊന്നത്, ആരൊക്കെയാണ് കൂടിയിട്ടാണ് എൻ്റെ അച്ഛനെ ചതിച്ചത് എന്നൊക്കെ ഞാൻ അച്ഛനെ മുന്നിൽ കാണിച്ചു കൊടുക്കും അങ്കിളെ എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. നമുക്ക് വരും എപ്പിസോഡുകളിൽ കണ്ടറിഞ്ഞ് കാണാം നമ്മുടെ മാർഗഴിക്ക് ആ റിസോർട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ ഇല്ലയോ, അതുപോലെ തന്നെ നമ്മുടെ ഗോവിന്ദനെ എല്ലാ സത്യങ്ങളും കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരും എപ്പിസോഡുകൾ കണ്ടറിഞ്ഞ് കാണാം. ഇതുപോലുള്ള ഗീതാ ഗോവിന്ദ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.